ഇവർ റെഡ് മീറ്റ് അല്ലാണ്ട് കുറച്ചും കൂടെ ഒരു കൊളോറെക്ടൽ ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കുന്ന വേറെ ഭക്ഷണങ്ങളുണ്ടോ? ഇതാണ് ഹൈലി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എത്ര കൂടുന്നോ അതനുസരിച്ച് കൊളോറക്ടൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയും അതുപോലെ തന്നെ മീറ്റും, ഇത് ഏത് മീറ്റാണെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പച്ചക്കറികളുടെ ഫൈബറിൻ്റെ കുറവ്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ജ്യൂസാക്കിയും സ്മൂത്തിയാക്കിയും കുടിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് ഇറ്റ് ഹോൾ, നമ്മുടെ മുഴുവൻ പഴം കഴിക്കുന്നതിന്. ഇതൊക്കെയാണ് മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഡയറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലായി. പക്ഷെ ഇപ്പം നമ്മൾ ഡയറ്റിനെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ഈ സ്മൂത്തി, ജ്യൂസ് കഴിക്കുക. അത് ജ്യൂസ് ഡയറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടൊരു ഡയറ്റ് ഉണ്ട്. അത് വൺ ഓഫ് ദി വേസ്റ്റ് ഡയറ്റാണ് അത്. സെയിം. പഴം കഴിക്കണോ അത് മുഴുവനായിട്ട് കഴിക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഐഡിയൽ. പല നമ്മുടെ ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പോലും നമ്മളിതിനെ ജ്യൂസാക്കി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ പഴം നമുക്ക് മുഴുവനായിട്ട്, ഏത് പഴമാണെങ്കിലും അത് മുഴുവനായിട്ട് കഴിച്ചാൽ നമുക്ക് പലതര ഗുണഫലങ്ങളുണ്ട്. അതേസമയം അപ്പോൾ ഫൈബർ ഇല്ലാണ്ടാവുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. ഫൈബർ ഇല്ലാതാവുക, അതുപോലെ തന്നെ പല കണ്ടൻസും ഇത് പെട്ടെന്ന് സ്പൈക്ക് ഉണ്ടാവും, ഗ്ലൂക്കോസ് ഈ നമ്മളിതിനെ ജ്യൂസാക്കി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. പിന്നെ ഒത്തിരി അഡിറ്റീവ്സ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, സ്മൂത്തി ആണെങ്കിൽ അതും ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു പഴത്തിനെ നമ്മൾ എങ്ങനെയൊക്കെയോ നശിപ്പിക്കാം, അങ്ങനെയാണ് നമ്മളിതിനെ സ്മൂത്തി ആക്കി. ശരീരത്തേക്ക് ഏറ്റവും നന്നായി ചെല്ലേണ്ട ഒരു സാധനത്തിന് അതിന്റെ ഏറ്റവും മോശം ഫോമിലാണ് ചേർക്കുന്നത് അല്ലേ? ഓക്കെ. ഇപ്പം കൊളോറെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ ഈ കൊളോണോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതൽ കേട്ടിരുന്നതും, അതും പ്രായമായ ആളുകളെ കുറിച്ചിട്ടാണ് കേട്ടിരുന്നത്. പ്രായം ഒരു ഫാക്ടറാണോ? അതായത് ഒരു 50+ ഉള്ള ആളുകൾക്ക് ഇതിന് ചാൻസസ് ഉള്ളൂ എന്നുണ്ടോ? നമ്മൾ മിക്കവാറും നമ്മളൊരു ക്യാൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആൻ ഓൾഡ് ഏജ് ഡിസീസ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ബിയോണ്ട് 40 ആണ് നമ്മളൊരു ക്യാൻസർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞല്ലോ നമ്മുടെ ചെറുപ്പത്തിലെ തന്നെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കാരണം യങ്സ്റ്റേഴ്സിലും കൊളോറക്ടൽ ക്യാൻസർ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഏതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് വെസ്റ്റേൺ നാടുകളിൽ ഓൾമോസ്റ്റ് നമ്മുടെ കേരളം വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പാരാമീറ്റേഴ്സും, നല്ല കാര്യവും ചീത്ത കാര്യവും ഓൾമോസ്റ്റ് വെസ്റ്റേൺ വേൾഡിൻ്റെ ഇതിലാണ് പോകുന്നത്. ആണല്ലേ? നൈസ്. ഓക്കെ. അപ്പോൾ ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുമല്ലോ, നമ്മൾ കോളൻ ക്യാൻസർ, ഈ കൊളോറെക്ടൽ ക്യാൻസർ ഉണ്ടോ, കോളൻ ക്യാൻസർ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് ആകെയുള്ള ഒരു മെത്തേഡ് ഈ കൊളോണോസ്കോപ്പിയാണോ? ദാറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? ഈ കൊളോണോസ്കോപ്പി ഈസ് നോട്ട് ഹെൽത്തി, അത് ചെയ്യുന്നത് ദർ ആർ ഹെൽത്ത് ഡാമേജസ് അല്ലെങ്കിൽ കാർഡിയാക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെ എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ മെസ്സേജസ് ആണ്. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് ഒരു 99% സേഫ് എന്ന് പറയാം. 1% ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എന്ത് നമ്മൾ വഴിയെ നടന്നാൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം അതൊരു സേഫ് പ്രൊസീജിയറാണ്. അതായത് നമ്മളൊരു ട്യൂബ് പോലെ ഒരു സാധനം നമ്മുടെ മലദ്വാരത്തിലൂടെ കയറ്റി വിട്ടിട്ട് ആ കുടലിലെ മുഴുവൻ സാധനങ്ങൾ നേരിട്ട് നമ്മൾ ക്യാമറയിൽ കൂടെ വിഷ്വലൈസ് ചെയ്യാണ്, എൻഡോസ്കോപ്പി. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് കാണാം, നമുക്ക് തന്നെ ബയോപ്സി എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ട്യൂമറുകളോ സസ്പെക്റ്റഡ് മുഴയോ ഒക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാം. ഇതൊരു OPD പ്രൊസീജിയറാണ്. അതായത് നമ്മൾ വന്നു പ്രിപ്പയർഡായി വന്നു ചെയ്യുന്നു, നമ്മളത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കൊളോണോസ്കോപ്പി. പെയിൻലെസ് പ്രൊസീജിയറാണ്. ഓക്കെ. അപ്പോൾ കൊളോണോസ്കോപ്പി ഇപ്പോൾ ആർക്കാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ക്രൈറ്റീരിയാസ് പറഞ്ഞാൽ ഡോക്ടർ അത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുക? നമ്മൾ ഈ കൊളോണോസ്കോപ്പി കൊളോറക്ടൽ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ പാർട്ടായിട്ടാണെങ്കിൽ നമ്മൾ അറ്റ് ദി 45 വയസ്സിൽ ആദ്യത്തെ കൊളോണോസ്കോപ്പി ചെയ്യണമെന്നാണ്. പിന്നെ എവരി 10 years, അതായത് ഒരു സിംറ്റമോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൊളോറക്ടൽ ക്യാൻസറിന് സിംറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും മിക്കവാറും കുറച്ച് മുമ്പോട്ട് പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ബിയോണ്ട് 40 ആണ് നമ്മൾ ഈ കൊളോറക്ടൽ ക്യാൻസർ സാധാരണ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിംറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ 45 വയസ്സിൽ ആദ്യത്തെ കൊളോണോസ്കോപ്പി. പിന്നെ എവരി 10 years ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ വേറെ സ്ക്രീനിങ് ഷെഡ്യൂൾസ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞു പോകാം. അതായത് നമ്മൾ ഇപ്പം ഈ സ്ക്രീനിങ് എടുക്കുകയാണെങ്കിൽ 45 വയസ്സിൽ ആദ്യത്തെ കൊളോണോസ്കോപ്പി, പിന്നെ എവരി 10 years, പിന്നെ ഇയർലി ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ്, അതായത് മലത്തിൽ കൂടി രക്തം പോകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ടെസ്റ്റ്, അത് ഇയർലി ചെയ്യാം. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ഇയർലി ചെയ്യണം. നമ്മൾ കൊളോണോസ്കോപ്പി 1 in 10 years ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഫീക്കൽ നമ്മുടെ മലത്തിലുള്ള ഒക്കൾട്ട് ബ്ലഡ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ഇയർലി ചെയ്യുക. പിന്നെ ഒരു എവരി 5 years ഒരു സിഗ്മോയിഡോസ്കോപ്പി, അതായത് ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് കൊളനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ക്യാൻസർ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഡിസ്റ്റൽ ഏരിയാസിലാണ്. സിഗ്മോയിഡ് കോളൻ രക്തത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എവരി 5 years നമുക്ക് സിഗ്മോയിഡോസ്കോപ്പി, അതായത് ആ ഭാഗം മാത്രം നോക്കുന്ന ഒരു ടൈപ്പ് കൊളോണോസ്കോപ്പിയുടെ വ്യത്യാസം വന്ന ഭാഗം, അത്രയും ചെയ്യുക. ഇത്രയാണ് നമ്മളൊരു സ്ക്രീനിങ് ടിൽ ദ ഏജ് ഓഫ് 75.
അതാണ് നമ്മളൊരു സ്ക്രീനിങ് പ്രൊസീജിയറായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുമല്ലോ, ഇപ്പം ഫീമെയിൽസിനാണെങ്കിൽ അതിൽ മാമോഗ്രാം ഉൾപ്പെടെ കുറേ കാര്യങ്ങളുണ്ടാവും, ബ്രസ്റ്റ് അനാലിസിസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആണുങ്ങളുടെ കേസിൽ ഈ കൊളോണോസ്കോപ്പി അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഐഡിയൽ കൊളോണോസ്കോപ്പി ഈ 45 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഏജിനനുസരിച്ചാണ്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊളോണോസ്കോപ്പി ഈസ് വെരി കോമൺ. അവർക്കൊരു പ്രായം കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അവരോട് റെക്കമെൻഡ് ചെയ്യും, ഓക്കെ ഗോ ഡു ദിസ് എന്ന്. നമ്മുടെ നാട്ടിൽ അത് അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, പക്ഷേ ആൾക്കാരും വില്ലിങ്ങില്ല. കാരണം എനിക്ക് അസുഖം വരത്തില്ല, എന്തിനാ ഞാൻ ചെയ്യുന്നത്, അത് അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് വരത്തുള്ളൂ, എനിക്ക് വരത്തില്ല, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. പക്ഷേ വെസ്റ്റേൺ വേൾഡിൽ അവർ സ്ട്രിക്റ്റാണ്. അവരുടെ മെഡിക്കൽ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 45-ാം വയസ്സിൽ ഇവൻ കൊളോണോസ്കോപ്പി ചെയ്യണം. അത് ചെയ്തിട്ടില്ല, 50-ാം വയസ്സിൽ ഇവൻ അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് സ്ക്രീൻ ചെയ്തില്ല എന്നുള്ളതിന് അവൻ ഉത്തരം പറയണം. അപ്പോൾ നമ്മൾ അവരെ സ്ട്രിക്റ്റായിട്ട് അവരുടെ ഹെൽത്ത് നോക്കുന്നുണ്ട്. അവർക്ക് ഹെൽത്ത് കാർഡുണ്ട്, അവരത് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ സ്ക്രീനിങ്ങിന് പോയില്ല, വൈ ഹി ഹാസ് നോട്ട്. നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ആളെ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്.